മൈക്കിൾ വിനോദിന്റെ വീട്ടിൽ 26-ാം തീയതി 27 രാവിലെയാണ് ഈ സംഭവം നടന്നതെന്നാണ്. പക്ഷേ ഇപ്പൊ വിനോദ് പറഞ്ഞനുസരിച്ചിട്ട് മൈക്കിൾ പള്ളിപ്പെരുന്നാളിന്റെ അന്ന് തിരിച്ചു വന്നു. അതായത് 26-ാം തീയതി 27 26 പ്രോസിക്യൂഷൻ കേസിലെ കോൺഫ്ലിക്ട് അങ്ങനെ ഇവന്റിലും പോയിട്ടായിരുന്നു. സോഷ്യൽ മീഡിയ പോയിട്ടാണ് അപ്പം ഞാൻ ഉണ്ടായിരുന്നു. അതുപോലെ ആ കാണിക്കാം സെൻസറി ആക്ടിവിറ്റി പെൺകുട്ടി ആക്രമിക്കപ്പെട്ടിരുന്നു. ഇത്രയധികം സമയം പിടിച്ചിരിക്കുന്നു. ഇതിന്റെ ചർച്ച ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൂറുമാറി പ്രതികൾക്ക് അനുകൂലമായി നിന്നുകൊണ്ടാണ് കോടതിയിൽ നിന്ന് അത് കോടതി വിധിക്കുന്നതിന് മുമ്പ് പുരുഷനെ തന്നെ തെറ്റുകാരനാണ് എന്ന മുൻവിധി ക്രിയേറ്റ് ചെയ്യാണ് പലപ്പോഴും ചെയ്യുന്നത്. എന്താ ഞാൻ വീട്ടിൽ പറയാതെ വന്നേ. അത് ഞാൻ വീട്ടിൽ വിളിച്ചോ എന്റെ കൂടെ ആണെന്ന് പറഞ്ഞാൽ അപ്പനും തല്ലിപ്പോയോ എന്റെ കൂടെ ഒന്നും നിന്നും ജീവിക്കേ പോകുന്നില്ല. ഏതാ മനസ്സിൽ പറഞ്ഞല്ല ഈ കേസൊക്കെ നടക്കുന്ന സമയത്ത് മനസ്സിലായി आइडिया मैं करते हूँ। आजकल तुम सोशल मीडिया पे नहीं हो। मैंने तुम्हें कुछ लिंक भेजे हुए तुमने देखा नहीं शायद। क्यों? तुम इतने मशहूर हो गए ना। Now my parents are rethinking of this marriage. ഇവനൊക്കെ ഇതിലെങ്ങനെ കഴിയുന്നു? ഇവനൊക്കെ മനുഷ്യനാണോ? ഒരു ദിവസം കഴിയുമ്പോൾ കുടിക്കുകയുള്ളൂ. കേസ് തുടങ്ങിയപ്പോൾ ടിപ്പങ്ങനെ കൊടുക്കുന്നെങ്കിൽ അത് കാണാവുന്നവരെ ഞാൻ ചെറിയ കേസ് ക്യാരക്ടർ അസോസിയേഷൻ 13 കൊല്ലം മുമ്പ് ഞാനൊന്ന് പറഞ്ഞു ഈ കറി കൊള്ളാം. പിന്നെ ഇന്ന് വരെ ഇത് തന്നെ. നീ എന്താടി വിചാരിച്ചത്? കേസ് കൊടുത്താൽ ഞാനങ്ങനെ അകത്ത് കിടക്കുന്നു. മര്യാദക്ക് കാശും മേടിച്ച് തെറ്റിരിക്കുന്നത് പറയാൻ നീ ഇത് പണിയാൻ പറ്റും. സോഷ്യൽ മീഡിയ കോടതി വിചാരങ്ങളെ എന്നെ ഉള്ളിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മര്യാദക്ക് കേസ് പിൻവലിച്ചു. ഇല്ലെങ്കിൽ അന്ന് വന്ന പോലെ ഞാൻ ഒന്നുകൂടെ വരും. മനസ്സിലായി?
ഇപ്പൊ മനസ്സിലായല്ലോ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. തന്റെ മോളുടെ മനസ്സ് ഞാനൊരു വരെ കണ്ടു. ആ കാശും മേടിച്ച് ഇതൊക്കെ അവസാനിപ്പിച്ചോളൂ. ഇല്ലെങ്കിൽ സ്വച്ഛയ്ക്ക് കത്തിക്കും. Take money and then start buying. I can afford it. Try to figure out something. All the time. How now we go on now. We have all the things. Now what about? How idiotic and disappointing. Because sensible ആണ്. എങ്ങനെയെങ്കിലും ഈ കേസിൽ ദൂരം നോക്കുക. പുതിയ പുസ്തകം വാങ്ങിക്കൊണ്ട് ഒന്ന് സ്വീകരിച്ചിട്ട് അത് കേസ് ചെയ്ത് പിന്മാറുന്നതില്ല. എന്നിട്ടൊക്കെ പിന്മാറിയല്ലോ. Now they are going to cancel your case. ഈ സംഭവം ആരും കണ്ടെത്തും. അത് പ്രതിഷേധം എങ്ങനെ നടക്കും? ദയക്കാൻ കൊടുക്കുന്നു. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഒരു ദിവസം വാങ്ങിച്ചിട്ട് ക്ഷേമത്തെ പറയും. ഈ കേസ് എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. അന്ന് നിന്റെ സഹായം ആവശ്യമില്ല. നമ്മുടെ എനിക്ക് ഇതിന്റെ ബെഞ്ചില് അതും അയാളെ പൊക്കി കൊണ്ടാ ചെയ്തു. പക്ഷെ കുഴപ്പമില്ല. കേസ് വിജയിക്കില്ലെന്ന് മനസ്സിലായിപ്പോ ജാമ്യം കള്ള കേസുമായി വന്നിരിക്കുന്നു. കുറ്റം ആരോപിക്കുമ്പോ കോടതിക്ക് തെളിവുകളാണ് ആവശ്യം. ഈ പ്രോസിക്യൂഷൻ പറയുന്നത് പോലെ ഇങ്ങനൊരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ പുതിയ എഫ്ഐആർ എടുത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. അതിന് ഈ കേസിന്റെ ജാമ്യമായി യാതൊരു ബന്ധമില്ല. Mr. Prosecutor, this is a matter to be investigated. Your Honor, രാത്രിയുടെ മറവിൽ ഭീകരരെ പോലെ വന്നവരെ ഭീഷണിപ്പെടുത്തി എന്നത് സത്യമാണ്. ഈ പ്രതിഭാഗത്ത് സ്വാതന്ത്ര്യമായി നടത്തുന്നിടത്തോളം ഇതേയും കുടുംബവും സുരക്ഷിതരല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെറ്റീഷൻ മൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഇവ തെളിവില്ല എന്നൊരു കാരണത്താൽ വിജയമോഹൻ I can understand the concern. താങ്കൾക്കിപ്പോ ഇരയുടെയും കുടുംബത്തിന്റെയും സുരക്ഷയാണ് ഉറപ്പുവരുത്തേണ്ടത് അല്ലേ? നമുക്ക് വിക്ടിം പ്രൊട്ടക്ഷൻ ടീമിൽ അവർക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാം. അതോടെ പ്രശ്നം ചെയ്യുന്നത് as a public prosecutor, അവർക്കുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സ്റ്റേറ്റിനെ കൊണ്ട് എനിക്ക് സാധിക്കും. ഞാൻ ഈ കോടതിയിൽ പെറ്റീഷൻ മൂവ് ചെയ്താൽ